ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇതുപോലൊരു പോട്ട്, അതായത് നമുക്ക് മിനറൽ വാട്ടറിൻ്റെ അൺയൂസ്ഡ് ആയിട്ടുള്ള ക്യാനുകൊണ്ട് ഇതുപോലൊരു പോട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഈ മിനറൽ വാട്ടറിൻ്റെ ക്യാൻ, ഓക്കെ, ഒരു പഴയ ക്യാനാണ്. അപ്പോൾ ആ ക്യാനിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നമ്മുടെ അടീനിയത്തിൻ്റെ ഒരു പോട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോർഷൻ, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരുന്ന വലിയ പോർഷൻ നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാന്റേഴ്സിന് എടുക്കാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സിനോ അല്ലെങ്കിൽ വലിയ ബൊഗെയിൻവില്ലയ്ക്കോ അല്ലെങ്കിൽ യൂഫോർബിയൊക്കെ പ്ലാന്റ് ചെയ്യാൻ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അടീനിയത്തിന് വേണ്ടി ഈ പോർഷനാണ്. നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോർഷൻ നോർമലി വേസ്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതിന് ഇപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി ഇപ്പുറത്ത് കട്ട് ചെയ്താൽ ഇപ്പുറത്തുള്ള പോർഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഒരു അടീനിയം പോട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ അതിന് നമ്മളിപ്പം ഈ ഒരു ഏരിയയാണ് മാർക്ക് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മളൊരു അപ്സൈഡ് പെൻസിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് പോർഷൻ നമുക്ക് വേണ്ടത് മാർക്ക് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക വട്ടത്തിൽ. ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ഏത് പോർഷൻ. അല്ലെങ്കിൽ മാർക്കിംഗ് ഇല്ലെന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കട്ടിങ് അങ്ങോട്ടും മാറിപ്പോകും. ചിലപ്പം ഇതൊക്കെ ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ പോർഷനിലേക്ക് ആദ്യം കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിപ്പോൾ സെറ്റ് ആകുന്നുണ്ട്. ഇനി നമുക്കത് കട്ടർ കൊണ്ട് കട്ട് ചെയ്യാം. ഇത് നോർമലി ആക്സോളേറ്റ് കൊണ്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഒരു സോൾഡറിങ് കൊണ്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ആക്സോളേറ്റ് ഉള്ളിൽ ചെയ്യാം. പക്ഷേ അത് കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കട്ടർ ബ്ലേഡ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത് അപ്പോൾ നമുക്ക് ഇതുപോലൊരു പോർഷൻ കിട്ടി. ഇത് നമുക്കിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഓൾറെഡി ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പോട്ടായിട്ട് യൂസ് ചെയ്യാം. ഇത് റെഡ് പെയിൻറ്റ് അടിച്ചിട്ട് നമുക്ക് നല്ലൊരു പോട്ടായിട്ട് യൂസ് ചെയ്യാം. എത്ര വെയിലത്ത് നിന്നാലും ഒരു തരത്തിലും ഡാമേജ് വരാത്ത ടൈപ്പാണ് സാധനം. അപ്പോൾ നല്ല വെയിലത്ത് വെക്കാൻ പറ്റുന്ന ബൊഗെയിൻവില്ല, യൂഫോർബിയ പോലുള്ള പ്ലാന്റ്സിന് പോട്ടായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടിക്ക് വേണ്ടത് ഇതാണ്. ഈ അപ്പുറം നമ്മളിത് നോർമലി ഈ സാധനം നമ്മൾ ടോപ്പാണ് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ ആവശ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടി ഞാൻ കാണിക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇനിയിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേബിളൊക്കെ റോൾ ചെയ്ത് വരുന്നിട്ട് ഇതിൻ്റെ അകത്താണ് റോളിങ് വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ സ്ക്രാപ്പിലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. കാരണം പ്ലാസ്റ്റിക് പിന്നെ വേസ്റ്റാണ്, ഒന്നിനും യൂസ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ നിങ്ങളതൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇതേപോലത്തെ ഒരു സാധനം എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഹോൾസ് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ഇനി നമ്മളതെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം ഇതിൻ്റെ ഇപ്പോൾ അടിഭാഗം കുറച്ച് പൊട്ടിയിട്ടുണ്ട്, ചെളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമലി നമ്മൾ എടുക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോർഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു ബേസ്മെൻറ്റ്, ഈ സൈഡ് ഒരു ബേസ്മെൻ്റ് ആയിട്ടും ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു സപ്പോർട്ടായിട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുത്ത ഒരു സ്കെയിലിൽ, അതായത് 15 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 15 സെൻറ്റിമീറ്ററിൻ്റെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ഹാഫ്, അപ്പോൾ നമുക്കിത് രണ്ടായിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആ 15 സെൻറ്റിമീറ്ററിൻ്റെ നേർപകുതി 8.5 വെച്ചിട്ട് ഒരു ഓൾമോസ്റ്റ് 8.5 അല്ല 7.5, അപ്പോൾ കറക്റ്റ് 15 സെൻറ്റിമീറ്റർ 7.5 എടുത്തിട്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക 7.5 വെച്ചിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളത് കംപ്ലീറ്റ്ലി മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിതിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത പോലെ മാർക്ക് ചെയ്ത് ഈ സംഭവം ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോർഷനിലൂടെ നമുക്ക് ഇതും വെച്ചിട്ട് കട്ട് ചെയ്യണം. ഞാൻ കാണിക്കാതെ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പോർഷനായിട്ട്. ഇപ്പം നോർമൽ കേസിൽ നമുക്ക് ഇതുപോലെ രണ്ട് സ്റ്റാൻഡ് കിട്ടും. ഇത് നമുക്ക് എടുക്കാം, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒട്ടിച്ചെടുത്താൽ ഇത് എടുക്കാം ഒരു സ്റ്റാൻഡായിട്ട്. ഞാൻ ഇതിപ്പം തൽക്കാലം ഒഴിവാക്കിയിട്ട് ഇപ്പോഴുള്ള കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് സാൻഡ് ചെയ്യണം. അടിയിൽ ഈ കട്ട് ചെയ്തതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും കുറച്ച്. അപ്പോൾ ഈ പോർഷൻ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഇത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക ചെയ്യുന്നത്. ഇതിലേക്ക് ഇറക്കി വെച്ചാൽ നമുക്ക് ഇപ്പുറത്ത് കണ്ടില്ല ഈ ഹോൾസ് ഉണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഹോൾസ് ഇതിൻ്റെ ഉള്ളിലത്തെ ഹോൾസിലേക്ക് കറക്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഹോൾസ് എടുത്തിട്ട്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പോർഷനിൽ ഹോൾസ് വരുമല്ലോ, സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ഹോൾസ് എടുക്കുക, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മളൊരു കമ്പിയുടെ കഷ്ണം ഇതിൽ കൂടെ എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഹോൾസ് ഇട്ടിട്ട് അവിടേക്ക് എടുത്തിട്ട് രണ്ടും കൂടെ ബെൻഡ് ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ ഹോൾസ് ഇടുന്ന രീതി ഞാനിപ്പോൾ കാണിക്കാം. ഞാൻ സോൾഡറിങ് ആയതുകൊണ്ടാണ് ഹോൾസ് ഇടുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റാൻഡ് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഫൈനൽ റിസൾട്ട് കാണിക്കാം. അതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ് എന്താ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതിനോട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡ്, അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള, ഈവൻ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വീടിൻ്റെ ഉള്ളിലും വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പ്ലാന്റ്. ഞാൻ മെയിനായിട്ട് അടീനിയത്തിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഇൻഡോർ പ്ലാന്റ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഞാൻ കാണിക്കാം. അപ്പോൾ അടുത്ത എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ പോർഷൻ എടുക്കുക. അപ്പം നമ്മൾ മറ്റേത് പോർഷൻ അവിടെ മാറ്റി വെച്ചിട്ട് ആദ്യം ഇവിടെ ചെയ്യുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരുമിച്ച് വെച്ച് അടിച്ചാൽ കറക്റ്റ് ഹോൾസ് നേരെ വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ഒരു അയൺ റോഡോ അല്ലെങ്കിൽ കമ്പി ഇങ്ങനെ ഇട്ടിട്ട് സ്ക്രൂവോ അല്ലെങ്കിൽ നമ്മളിത് ഇടുമ്പോൾ ഈ സ്ക്രൂ ഇടുന്ന സമയത്ത് ചിലപ്പോൾ അത് കറക്റ്റ് കയറണമെന്നില്ല, കറക്റ്റ് അതിനകത്തേക്ക്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കിപ്പം ഓൾറെഡി ഇതിൻ്റെ ഒരു മാർക്കിംഗ് വരും.
ഓൾറെഡി സെൻറ്റർ പോർഷന് ഇവിടെ നമുക്ക് ഈ സാധനത്തിൽ തന്നെ നമുക്കൊരു മാർക്കിംഗ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടണ്ട. ഇതിനകത്ത് തന്നെ ഇവിടെ നമുക്ക് മാർക്കിംഗ് ഉണ്ട്. ഇതാണ് സെൻറ്റർ പോർഷൻ. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നോക്കാൻ. അപ്പോൾ ഇത് നോക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഏകദേശം ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ എടുക്കുക. എന്നിട്ട് അവിടെ നമ്മളൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. സോൾഡറിംഗ് കൊണ്ട് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലൊരു ഹോൾസ് വീഴും. എന്നിട്ട് ഇപ്പുറത്തും ഏകദേശം നമ്മൾ സെൻറ്ററിലാണ് ചെയ്തത്. അപ്പോൾ അത് ഏകദേശം നോക്കുക ഇവിടെ വരയിട്ട് കൊടുത്തിട്ട് ആ സെൻറ്ററിൽ എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, അപ്പുറത്തേക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്കിവിടെ നോക്കുമ്പോൾ അപ്പുറത്ത് വെളിച്ചം കാണാം. ഇതിൽ കൂടെ നോക്കുമ്പോൾ കണ്ട, ഓക്കെ കണ്ട, നമുക്ക് ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. എൻ്റെ കൈ വെക്കുമ്പോൾ ആ ഹോൾസിൻ്റെ വെളിച്ചം മാറുന്നുണ്ട്. ഇപ്പോൾ സ്ട്രൈറ്റ് ആണ്, എക്സാക്റ്റ് സ്ട്രൈറ്റ് ആണ് നമുക്ക് ഹോൾസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ പോർഷൻ നമ്മൾ തിരിച്ച് ഇതിലേക്ക് ഇതിൻ്റെ മേൽഭാഗത്ത് കൂടെ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൽ വന്നില്ല, താഴെ വന്നില്ല. എക്സാക്ട്ലി ആയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മളിത് ഫിക്സഡ് ആയിട്ട് വയ്ക്കാം. താഴെ കൂടെ അടി കൂടെ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക. എക്സാക്റ്റ് പോയിന്റ് മാർക്ക്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ അവിടെ ഒരുമിച്ച് വെച്ചിട്ടല്ല ഇത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് ചെയ്യാം. പക്ഷേ ഹോൾഡിംഗ് കൂടെ അത്രയും ലെങ്ത് ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ നമ്മളിതിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അതുപോലെ സോൾഡറിങ് ഞാൻ കയ്യിലില്ലാത്തവർക്ക് ഞാൻ മെത്തേഡ് കാണിക്കാം. നമുക്ക് ഇതുപോലൊരു കമ്പി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ബൈക്കിൻ്റെ സ്പോക്ക് അത് കട്ട് ചെയ്തെടുത്താണ്, ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇത് തന്നെയാണ് നമ്മൾ ക്രോസ് ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ക്രോസ് ആയിട്ട് ഇട്ടിട്ട് ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതേ കമ്പി വെച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ഇതിനകത്ത് നമുക്ക് ഒരു ലൈറ്റർ കൊണ്ടോ അല്ലെങ്കിൽ മെഴുതിരി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഹീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഹീറ്റ് ചെയ്യുക, കയ്യിൽ നിന്ന് പൊള്ളിക്കരുത്, മെഴുതിരി വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ മതി, ലൈറ്റർ ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്ത വലിയൊരു കമ്പിയാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് വെച്ചിട്ട് നമ്മളിത് ഹീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പം ഈ കമ്പി വെച്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ കറക്റ്റ് ഒരു മാർക്കിംഗ് നമുക്ക് അവിടെ കിട്ടും. നീ പോകാത്ത രീതിയിൽ ഒരു മാർക്കിംഗ് അവിടെ കിട്ടും. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം. ഇത് നല്ല രീതിയിൽ ഹീറ്റ് ചെയ്താൽ നമുക്കിത് സ്ട്രൈറ്റ് അവേ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് അതിനകത്ത് ഇടാം. സോൾഡറിങ് ഇല്ലാത്തവർക്ക് നേരിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾസിൽ കൂടെ തന്നെ നമുക്ക് കയറി കഴിഞ്ഞാൽ അത് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ ഈ മെത്തേഡ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷനിലേക്ക് ഹോൾസ് അടിച്ച് കൊടുക്കുന്നത് സോൾഡറിങ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 സ്ഥലത്തും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കിങ് നോക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം എക്സാക്ട്ലി ആണോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഞാൻ ഇതിട്ടു. ഇനി ഞാൻ ഈ കമ്പി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുവാണ്. അപ്പോൾ അത് ആദ്യത്തെ പോർഷൻ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കണം. അപ്പം ഞാനിതിപ്പോൾ ഈ കമ്പി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കമ്പി എൻ്റെ ഉള്ളിൽ 4 ഹോൾസ് ഉണ്ട് നമുക്ക് മൊത്തത്തിൽ. 4 ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നതായതുകൊണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഇട്ടുണ്ട്. ഇത് നമ്മുടെ 4 ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ എക്സാക്ട്ലി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ വേറെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് ആദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇടുന്ന കമ്പിയുടെ അറ്റത്തോ അല്ലെങ്കിൽ ഒരു ഈർക്കിൽ വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് കളർ എന്തെങ്കിലും ഒരു കളർ വൈറ്റ് കളർ എന്തെങ്കിലും മുക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ അവിടെ പോയി ടച്ച് ആവും. അപ്പോൾ നമുക്കവിടെ ഏകദേശം മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എന്നാൽ എക്സാക്ട്ലി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും ആട്ടമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഇതിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടുണ്ട്. എക്സാക്ട്ലി ആ ഹോൾസ് നമുക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ അറ്റത്ത് നമ്മൾ ഈ ബൈക്കിൻ്റെ സ്മോക്കിൻ്റെ ഇതുകൊണ്ട് നമുക്ക് പിന്നെ ബെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സാധനം ഞാൻ ഓൾമോസ്റ്റ് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് സ്റ്റക്ക് ആയിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. ഇനി വേണ്ടവർക്ക് ഇവിടെ ഒന്നില്ലെങ്കിൽ വളച്ച് കൊടുക്കാം മേളിലേക്ക്, അല്ലെങ്കിൽ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതിങ്ങനെ ഹാഫ് കിടന്നാലും കാണാനും വലിയ ബോറൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടപ്പോൾ നമുക്ക് ഊരിയെടുക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ ഇപ്പം കിടക്കുന്നുണ്ട്. ഇപ്പം നീങ്ങി പോയിട്ടൊന്നുമില്ല. ഈ പോട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന ഇതുപോലൊരു പോട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ നമ്മളിത് ഒരു പോട്ടാണ്. ഞാനൊരു ജസ്റ്റ് ഒരു ചെടിയെടുത്ത് കഴിച്ച് അതിലേക്ക് വെച്ചതാണ്, വെറുതെ വെച്ച് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിപ്പം ഫൈനലി കിട്ടിയിരിക്കുന്ന. ഇതുപോലെ കിട്ടി. നമുക്കിത് പെയിൻറ്റ് ചെയ്യണം. ഈ ബ്ലാക്കിനൊന്നും ഒന്നും ചെയ്യേണ്ട. നല്ല മെത്തേഡ് ഇതാണ്. ബ്ലാക്ക് ചെയ്യുന്ന ആൾക്കാർക്കും 2 കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമുക്ക് ഇൻഡോർ ആക്കി ചെയ്യേണ്ടല്ല. അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ ഒന്ന് ചെളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് പായലാണെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് പേപ്പറൊക്കെ ഇട്ട് റബ്ബ് ചെയ്തിട്ട് നമ്മൾ ഇതിനൊരു റെഡാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ. ഇനി ഇത് കുറച്ച് മങ്ങിയിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നമുക്ക് വേറെ കളർ കോമ്പിനേഷൻ കൊടുക്കാം. പിന്നെ വേറെ കോമ്പിനേഷൻ കളേഴ്സായിട്ട് നമ്മൾ ഇൻഡോർ ഒക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ വൈറ്റിലും കൊടുക്കാം. കംപ്ലീറ്റ് വൈറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും നല്ലൊരു ഇൻഡോർ പോട്ടായിരിക്കും ഇത്. കാരണം ഇതിനകത്തേക്ക് തന്നെ നമുക്ക് വേറെ പോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹോൾസ് ഉണ്ടാവും. വേറെ ഹോൾസ് ഒന്നും നമ്മൾ ഇടണ്ട. അതിനകത്ത് ഒരു ചകിരി അങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് അടീനിയത്തിൻ്റെ പോട്ടായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി പെയിൻറ്റിങ്ങിലേക്ക് ഇറക്കാം. പിന്നെ നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് സ്റ്റാൻഡ് നമ്മൾ കണ്ട ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിനി നമുക്കൊന്ന് ഇതിന് കുറച്ച് പായലൊക്കെ ഉണ്ട്. കുറച്ച് പുറത്തൊക്കെ ആയിട്ട് കിടക്കുന്നതായിരുന്നു. വൃത്തിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട. പിന്നെ ഒരിക്കലും ഒന്ന് നമ്മളൊന്ന് സാൻഡ് ചെയ്ത് കൊടുത്താൽ പെയിൻറ്റ് നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 220 ഗ്രിറ്റിൻ്റെ വാട്ടർ പേപ്പറാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് സാൻഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മടക്കിട്ട് ഇവിടെ ഇതിന് ഞാൻ ചെയ്യുന്നില്ല. ഇതിന് ചെയ്യുന്നത് നമുക്ക് ഇതൊന്ന് സാൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതാണ് ടെറാക്കോട്ട റെഡാണ് എടുത്തിരിക്കുന്നത്. ടെറാക്കോട്ട റെഡ് ശരി ചട്ടിയുടെ കളർ നമ്മൾ ഇൻ്റർലോക്കിനൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ഇൻഡിഗോണ്ട് മേടിക്കുന്നത് അത് മേടിക്കാൻ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ എക്സ്റ്റീരിയർ ഇതുപോലെ ചട്ടിക്ക് കടിക്കുന്ന പെയിൻറ്റാണ്.
അത് കുറച്ചൊരു കോസ്റ്റ് കുറവാണ്. ഇൻഡിഗോ ഒരു 350, 300, 350 റേഞ്ചിലാണ് വരുന്നത്. ഇത് നമുക്കൊരു 150 റേഞ്ച് കിട്ടുന്നുണ്ട് 1 ലിറ്റർ. അതാണ് ഞാൻ ഇപ്പോൾ ടെറാക്കോട്ട റെഡായിട്ട് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിന് അടിച്ചുള്ളൂ. ഇനി വേറെ നമ്മൾ സെപ്പറേറ്റ് പ്രൈമർ ഒന്നും അടിക്കണ്ട. ഇനി പ്രൈമർ അടിക്കാന്നുള്ളവർക്ക് അടിക്കാൻ പ്രശ്നമൊന്നുമില്ല. കുറച്ചുകൂടി ഒരു കളർ വേരിയേഷൻ കിട്ടും. ഞാനിപ്പോൾ ഇത് തന്നെ ഒരു കളർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഞാനൊരു 2 കോട്ട് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. ഇത് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഒരു കോട്ട് അടിക്കുക. എന്നിട്ട് ഡാർക്ക്നെസ് പോരാ, നമുക്ക് ഉദ്ദേശിച്ച കളർ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരു കോട്ടും കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കാം. അതിൻ്റെ ആവശ്യമുള്ളൂ. പ്രൈമർ വേറെ മേടിച്ച് എക്സ്ട്രാ എമൗണ്ട് മുടക്കേണ്ട അതിന്. പിന്നെ ഇതിലടിക്കേണ്ടവർക്കും അടിക്കാം. ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻഡോറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻഡോർ പോട്ട് നമുക്ക് വൈറ്റ് അടിക്കാം. അത് ഞാൻ ഒരു പീസിൽ വൈറ്റ് അടിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇൻഡോർ പോട്ട് ഇതേ സെയിം സാധനം ഇൻഡോർ പോട്ടായിട്ട് ചെയ്യുന്നതെന്ന് അതിൻ്റെ ബാക്കിയും കൂടെ ഇട്ടിട്ട് ഞാൻ ഇൻഡോർ പോട്ട് ചെയ്യുന്നത് കാണിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. കാരണം ഇതിപ്പോൾ നമ്മൾ കോമ്പിനേഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ആയിപ്പോൾ പിന്നെ എല്ലാവരും കൺഫ്യൂസ് ആയിപ്പോൾ. ഓക്കെ, അപ്പം ഇങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പം അടിച്ചു കഴിഞ്ഞു. ഇത് ഇത്ര നമുക്ക് കുറച്ച് വലിപ്പമുള്ളൊരു വീതി കൂടി ബ്രഷ്. ഇതിപ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ചിൻ്റെ 2.5-3 ഇഞ്ചിൻ്റെ ബ്രഷാണ് വലിപ്പം വീതി. ഇത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ വലിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ഏരിയ ഉണ്ട്. ഇപ്പോൾ ഒരു തവണ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വലിച്ച് വിടുമ്പോൾ തന്നെ കണ്ടോ അത്ര പെട്ടെന്ന് തന്നെ നമുക്ക് അത്ര ഏരിയ വലിഞ്ഞ് കിട്ടും. ഞാൻ ഇത്ര ക്വിക്കായിട്ട് ഞാൻ അടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം ഈ രണ്ട് ഞാൻ ഇതിൻ്റെ മുന്നേറണം നട്ട് വെച്ചായിരുന്നു, പക്ഷേ പെയിൻറ്റ് ചെയ്തില്ലായിരുന്നു. അടിയിൽ നട്ടതിൻ്റെ ഒരു പോട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെറാക്കോട്ട റെഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് താഴെ കുറച്ച് ഒരു നമ്മുടെ ഈ ബ്ലാക്ക് കളർ ഇച്ചിരി മങ്ങിപ്പോയായിരുന്നു വെയിലൊക്കെ കൊണ്ടിട്ട്. കാരണം നമ്മൾ ഓൾറെഡി പ്ലാന്റ് നട്ട് വെച്ചിരിക്കുന്നതായിരുന്നല്ലോ. അപ്പോൾ അതിന് ഞാൻ റെഡ് തന്നെ ചെയ്തിട്ടുണ്ട്. ഫുൾ റെഡായിട്ടുള്ളൊരു കോമ്പിനേഷൻ നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടും കൂടെ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. കാരണം കുറച്ച് ട്രാൻസ്പെറൻറ്റും ബ്രഷിൻ്റെ പാടുകളൊക്കെ ഉണ്ട്. അപ്പം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു കൂട്ടും കൂടെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 എണ്ണം ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പം വൈകിട്ടായതുകൊണ്ട് വിളിച്ച കുറവാണ്. അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ ഒരു പ്ലാന്റ് നട്ടതിന് ശേഷമുള്ള ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് അത് ശരിയായ രീതിയിലുള്ളത് കാണിക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ഇതുപോലൊരു അടീനിയം പോട്ട് നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ മിനിമം ഒരു 250 രൂപയെങ്കിലും നമ്മൾ കൊടുക്കണം, ഈ സ്റ്റാൻഡ് ടൈപ്പ്. അതേപോലെ തന്നെ ഇൻഡോർ പോട്ടിന് ഇപ്പോൾ ആ കോസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും കുറച്ച് നാൾ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പൊട്ടും. പക്ഷേ ഇത് നമുക്ക് നല്ല ക്വാളിറ്റി വരുന്നത്, അതായത് നമ്മൾ മിനറൽ വാട്ടർ ബോട്ടിൽ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് കുറേ നല്ല സ്റ്റാൻഡേർഡ് ബോട്ടിലാണ്. അത് നമുക്ക് കുറേ കാലം ഞാൻ ഒരു 3-4 വർഷമായിട്ട് യൂഫോർബിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇതുവരെയായിട്ടും അതിന് മങ്ങിപ്പോകാന്നല്ലാണ്ട് ഒറിജിനൽ ആ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ പോകാന്നല്ലാണ്ട് ഇതുവരെ ഒരു പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും വന്നിട്ടില്ല വെയിൽ കൊണ്ടിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. ഇതുപോലെ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പോട്ടും കിട്ടും. പിന്നെ കാണാനും ഒരു വെറൈറ്റി ആവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലൊരു പോട്ട് നമുക്ക് വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്യാം. അതും എല്ലാം ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക്കാണ്. നമ്മൾ കേബിളിംഗ് പ്ലാസ്റ്റിക്കാണ്. നിങ്ങളൊക്കെ സ്ക്രാപ്പിലൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കിട്ടും. സെയിം ആയിരിക്കില്ല, ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മിനറൽ വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റിങ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഓൾറെഡി നട്ട് വെച്ചൊരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫ്രണ്ട്സ്.